ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്ക്രഞ്ചീസ് ആട്ടോ ഇന്നുണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്ക്രഞ്ചീസ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാം. ഏകദേശം ഈ ഒരു അളവിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇത് രണ്ടാക്കി മടക്കിയതിന് ശേഷം സൈഡ് ഭാഗം ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മളെടുത്ത തുണിയെ രണ്ടാക്കി മടക്കുക. മടക്കിയതിന് ശേഷം ഒരു സൈഡ് നമ്മളിങ്ങനെ തുന്നി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നല്ല ഭാഗം മറിച്ചിടാനായിട്ട് ഒരു പെൻസിൽ എടുക്കാം. ആ പെൻസിൽ കൊണ്ട് നമുക്ക് ആ തുന്നി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഉള്ളിലേക്കാക്കി മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന പോലെ ഒരു ഭാഗം ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. പിന്നെ അത് മുകളിൽ എത്തുമ്പോഴേക്കും നമുക്ക് നല്ല ഭാഗം മറിച്ച് കിട്ടും. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ മെല്ലെ ചെയ്താൽ മതി. കണ്ടോ, നല്ല ഭാഗം നമുക്കിപ്പോൾ തിരിച്ചു കിട്ടി. ഇങ്ങനെയാട്ടോ മറിച്ചിടാം. ഈ നല്ല ഭാഗം നമ്മൾ മറിച്ചിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഓപ്പൺ ആയിരിക്കുന്ന രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ സ്ക്രഞ്ചീസ് റെഡിയാവും. ഇതും ഞാനതുപോലെ ഒന്ന് കാണിച്ചു തരാം. ഈ മുകളിലെ പോർഷൻ ഒന്ന് ഉള്ളിലേക്കാക്കി ഇട്ട് കൊടുക്കുക. മുകളിലെത്തുമ്പോഴേക്കും നമുക്ക് നല്ല ഭാഗം മറിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എടുക്കേണ്ടത്. എന്നാലേ നല്ല ഭംഗിയുള്ള സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ പറ്റൂ. ഞാനിതുപോലത്തെ ഒരു 3 മെറ്റീരിയലൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ അത് മതി, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 3ഉം മറിച്ചിട്ടിട്ടുണ്ട്. സൈഡ് തുന്നി കഴിഞ്ഞിട്ട് മറിച്ചിട്ടു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ഇതിൽ ഉള്ളിലേക്ക് കയറ്റണം. ഇലാസ്റ്റിക് മാത്രം ഒരു വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്ന ടോട്ടൽ ആ തുണിയുടെ പകുതി ലെങ്ത്ത് മതിയാവും കേട്ടോ ഇലാസ്റ്റിക്. അപ്പം ഞാൻ ഈ ഒരു സ്ക്രഞ്ചീസിൻ്റെ എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ പകുതി ആണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തത്. ദെൻ അതൊരു സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സേഫ്റ്റി പിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളിലേക്ക് ഇലാസ്റ്റിക് കയറ്റാൻ പറ്റും. എല്ലാവർക്കും അറിയുന്ന പ്രോസസ്സായിരിക്കും. ഇനി ഒട്ടും അറിയാത്തവർക്കായിട്ട് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ആ 2 ഇലാസ്റ്റിക്കിൻ്റെ അറ്റവും കൂടി കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും കൂടി നമ്മൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിയതിന് ശേഷം നമുക്ക് ആ 2 ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. തയ്യൽ മെഷീൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മെഷീനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. നമുക്ക് കൈ വെച്ച് തന്നെ തുന്നിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കെട്ടുമ്പോൾ ഒന്ന് നന്നായിട്ട് മുറുക്കി 2 കെട്ടൊക്കെ ഇട്ട് കെട്ടാട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചീസ് ഏകദേശം ഒരു രൂപമായിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള ഇലാസ്റ്റിക്കൊക്കെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ, എളുപ്പമായിട്ട് തോന്നുന്നില്ലേ? ഇനി ആ ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ തയ്യൽ മെഷീനൊന്നും യൂസ് ചെയ്യുന്നില്ല, കൈകൊണ്ട് തന്നെ ഒന്ന് തുന്നി കൊടുത്താൽ മതി. കുറച്ച് പോർഷനല്ലേ ഉള്ളൂ, അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്താലാണ് നമുക്ക് നമ്മുടെ സ്ക്രഞ്ചീസ് ഒന്ന് കംപ്ലീറ്റ് ഫോം ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സെയിം മോഡൽ പോലെ തന്നെയല്ലേ. അതായത് ലെങ്ത്ത് കൂടുതൽ എടുത്താലാണ് നല്ല ഭംഗിയുള്ള സ്ക്രഞ്ചീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ.
മെറ്റീരിയൽ കുറച്ച് നീളത്തിൽ ലെങ്ത്ത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇനി ആ ഒരു ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം തുന്നി കൊടുക്കേണ്ട ആവശ്യം നമ്മുടെ സ്ക്രഞ്ചീസിൽ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൈയൊക്കെ നോക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ആദ്യം നമ്മുടെ മെറ്റീരിയലൊന്ന് രണ്ടാക്കി മടക്കിയതിന് ശേഷം നമ്മൾ തുന്നി കൊടുത്തത് ഒരു പ്രോസസ്സ് ഒഴിവാക്കാൻ വേണമെങ്കിൽ അതൊന്ന് തയ്യൽ മെഷീനിൽ നമുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത്രയും പോലും ടൈം ആവശ്യമായിട്ട് വരില്ല. ഈ ലാസ്റ്റത്തെ ഒരു സ്റ്റിച്ചിങ് മാത്രമേ വേണ്ടി വരുള്ളൂ. ആ ഒരു റൗണ്ട് ഫുള്ളും ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു പോർഷനിൽ ഇലാസ്റ്റിക് കാണാതിരിക്കാനായിട്ടാണ്. മാക്സിമം സെയിം കളർ നൂല് തന്നെ യൂസ് ചെയ്യുക. നമ്മൾ ഏത് മെറ്റീരിയലാണോ ആ മെറ്റീരിയലിൻ്റെ സെയിം നൂല് തന്നെ എടുക്കണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് ആവശ്യമില്ലാത്ത ആ ഒരു നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഓക്കെ, നമ്മുടെ സ്ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ രൂപമാണ് നമ്മുടെ സ്ക്രഞ്ചീസിൻ്റെ. ഞെറിവുകളൊക്കെ ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നോക്കിയേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഷേപ്പിലുള്ള സ്ക്രഞ്ചീസ് അല്ലേ ഇത്. 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ സ്ക്രഞ്ചീസ് റെഡിയാക്കാൻ കേട്ടോ. ഇനി ഞാൻ വേറൊരു മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ രണ്ടാക്കി മടക്കി സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തത്, അതിൻ്റെ പകുതി ലെങ്ത്തിൽ എലാസ്റ്റിക് എടുത്തു. സേഫ്റ്റി പിൻ യൂസ് ചെയ്ത് നമ്മൾ അതിനും ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. എലാസ്റ്റിക് കെട്ടിക്കൊടുക്കുക. ദെൻ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത സ്ക്രഞ്ചീസും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഉള്ള ഡ്രസ്സിൻ്റെ കളറുള്ള സ്ക്രഞ്ചീസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഫൈനൽ ലുക്ക് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ബുഷാണിത്. 3 എണ്ണമാണ് ഉണ്ടാക്കിയത്. ആ 3 എണ്ണത്തിൻ്റെ ഫൈനൽ രൂപമായിട്ടത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇനിയും കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.